അന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടായിരിക്കണം എന്നില്ല ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്നുള്ളത്. ഈ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM വരെ വരുന്ന സാമൂഹികാവസ്ഥയിലേക്ക് കേരളം മാറി എന്നുള്ളതാണ്. കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഈ വിസ്മയങ്ങളാണ്. ഈ സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചത് ശബരിമല വിഷയമായിരുന്നു. പക്ഷെ ഇതിൻ്റെ നേട്ടമുണ്ടാക്കിയത് UDF ആയിരുന്നു. കാരണം പോലീസിലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ പോലീസിലെ RSS വൽക്കരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. LDFിൻ്റെയും UDFിൻ്റെയും ജാഥകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. LDFിൻ്റെ 3 മേഖലാ ജാഥകൾ, ഒന്ന് MV ഗോവിന്ദൻ നയിക്കുന്നു, മറ്റൊന്ന് ജോസ് കെ മാണി, മറ്റൊരു ജാഥ ബിനോയ് വിശ്വം നയിക്കുന്നു. അതോടൊപ്പം തന്നെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ജാഥ മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഏകദേശം പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കേരളം ഏകദേശം തെരഞ്ഞെടുപ്പ് ഓളത്തിൻ്റെ ഒരു സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ BJP കേരളത്തിൽ 30 സീറ്റുകൾ നിർബന്ധമായും പിടിക്കണമെന്ന് ദേശീയ നേതൃത്വം കേരളത്തിലെ നേതാക്കന്മാരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവമായ പ്രവർത്തനങ്ങൾ എല്ലാ മുന്നണികളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ ജാഥകളും പ്രവർത്തനങ്ങളും ഏത് ലക്ഷ്യത്തിലേക്ക് എത്തും. പ്രധാനമായും LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തനങ്ങളാണ് അവരുടെ ജാഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പമുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകരായ R സുഭാഷും അതുപോലെ തന്നെ MP പ്രശാന്തുമുണ്ട്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇനി കേരളത്തിലൊരു പ്രഖ്യാപനമാണ് വേണ്ടത്. എന്ന് തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള പ്രഖ്യാപനമാണ് വേണ്ടത്. ആ നിലയിലേക്ക് സജീവമായി ഇപ്പോൾ ഒരു വശത്ത് ജാഥകൾ നടക്കുമ്പോൾ മറുവശത്ത് സ്ഥാനാർത്ഥി ചർച്ചകളും അതുപോലെ തന്നെ മുന്നണികൾക്കിടയിലുള്ള ചർച്ചകളും സീറ്റ് ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചില മണ്ഡലങ്ങളിൽ സ്വയം ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന നിലയ്ക്കുള്ള ഇപ്പോൾ K മുരളീധരൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അങ്ങനെ ഏകദേശം മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണകൾ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് നമ്മുടെ ഈ ജാഥകൾ മുന്നോട്ട് പോകുന്നത്, ഏത് ജാഥ ലക്ഷ്യം നേടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉള്ളൊരു. സ്വാഭാവികമായും ജാഥ ഇതിൻ്റെ ഒരു തുടക്കം എന്ന മട്ടിൽ ജാഥ നിർബന്ധമായ ഒരു ആചാരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുന്നണികളും ജാഥകൾ നയിക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഇനി 2ാം ഘട്ട ജാഥ പോലും ഉണ്ടാകാം. അപ്പോൾ ആദ്യമായി അണികളെ മുഴുവൻ ഊർജ്ജസ്വലരാക്കുക, പ്രാദേശിക കമ്മിറ്റികളുടെ പ്രവർത്തനം വിപുലീകരിക്കുക, അവരെ മുഴുവൻ സജ്ജരാക്കുക എന്നുള്ള പ്രധാനമായും സംഘടനാ സംവിധാനമാണ് ഇതിലുണ്ട്. പിന്നൊന്നുള്ളത് ഇതൊരു ഓളം സൃഷ്ടിക്കുക എന്നുള്ള മട്ടിൽ. ആ തരത്തിൽ ഇപ്പോൾ LDF ചെയ്തിരിക്കുന്ന 3 മേഖലാ ജാഥകളായിട്ടാണ്. വടക്കൻ ജാഥ CPMൻ്റെ മുന്നേറ്റ ജാഥ എന്നാണ് അതിൻ്റെ പേര്. അതെ, മധ്യ കേരളത്തിൽ ജോസ് കെ മാണി, അങ്ങേയറ്റം CPI നേതാവ് ബിനോയ് വിശ്വം. അപ്പോൾ ഇത് പൂർണ്ണമായും പ്രാദേശിക തലത്തിൽ സജ്ജരാക്കുക എന്നുള്ള മട്ടിലാണ്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജാഥ മൊത്തത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ കേരളം മുഴുവനും വരുന്നു. ആ തരത്തിൽ ഒരു ഇലക്ഷൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഈ ജാഥകൾ പോകുന്നു. അത് ഓരോ ദിവസവും അവർ അതത് രാഷ്ട്രീയ വിഷയങ്ങളുമായി ആളുകളുമായി ചർച്ച ചെയ്യുന്നു, ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നു, മാധ്യമങ്ങളിൽ അത് അഭിപ്രായം പറയുന്നു. ആ തരത്തിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ഇലക്ഷനിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സാധാരണ മുമ്പൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായ തരത്തിലേക്ക് ഒരു തരം എന്താ പറയുക, ഒരു വിദ്വേഷം മുന്നിൽ നിൽക്കുന്ന തരത്തിൽ പോലും ഉള്ള പരാമർശങ്ങളിലേക്ക് പോലും ഇരുപക്ഷത്തു നിന്നും ആളുകൾ പോകുന്നു. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പോഴും ഇനിയൊരു ഉള്ള ഒരു 1-1.5 മാസം, ഈ ഒരു മാസത്തിനിടയിൽ ഉയർന്നു വരുന്ന എന്തെങ്കിലും ഒരു വിഷയം വെച്ചിട്ടായിരിക്കും പ്രധാനമായിട്ടും. മുന്നേറ്റ ജാഥ എന്നാണ് LDFിൻ്റെ ജാഥ പറയുന്നത്. വികസനത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഇല്ല, വികസനത്തെക്കാൾ അപ്പുറത്ത് അവരതിന് ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഈ ശബരിമല വിഷയം കൂടി വരുന്നതോടുകൂടി ചിലപ്പോൾ ഇനി ശബരിമലയായിരിക്കും പ്രധാനമായ വിഷയമായി വരിക. എന്തായാലും ആ വിഷയം ഇനി ഉയർന്നു വരുന്നൊരു വിഷയമായിരിക്കും പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വരിക. എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന കേരള സമൂഹത്തിലെ ഒരു എന്താ പറയുക സൗഹാർദ്ദ അന്തരീക്ഷം, അത് ഈ വർഗീയ വിഭജനത്തിൻ്റേത് അടക്കം വളരെ മോശപ്പെട്ട തരത്തിലാണ് രണ്ടു കൂട്ടരും അതിനെ സമീപിക്കുന്നതെന്നുള്ളതാണ് കാര്യം. പ്രശാന്ത്, ഈ പുതുയുഗ യാത്ര എന്നുള്ളതാണ് VD സതീശൻ നേതൃത്വം നൽകുന്ന ജാഥയുടെ പേര്.
അത് ഇപ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞു, പകുതി യാത്ര പിന്നിട്ട് മാർച്ച് 6-ന് അവസാനിക്കാൻ പോകണം. അതുപോലെ തന്നെ ഈ മറ്റേ എം വി ഗോവിന്ദൻ മാഷിൻ്റെയും മറ്റു യാത്രകളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെ സുഭാഷ് പറഞ്ഞതുപോലെ ഈ പ്രചാരണത്തിൻ്റെ ഇവർ തമ്മിലുള്ള ഈ ജാഥകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഓരോ രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഈ യാത്രയ്ക്ക് ലക്ഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാത്ര തന്നെയാണ് ലക്ഷ്യം. അതെ, അതിന് വേറെ ലക്ഷ്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അതിൽ നേരത്തെ സുഭാഷ് പറഞ്ഞതുപോലെ മൊബിലൈസേഷനാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഈ പുതുമുഖ യാത്രയാണത്. കാരണം പുതുമുഖങ്ങളെ എത്ര ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം സുരേഷ് VSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സുരേഷ് വരുമെന്ന് പറയുന്നു, പ്രേംകുമാർ വരുമെന്ന് പറയുന്നത്. പിന്നെ മറ്റേതോ ഒരു നടനെ കൂടി, അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത നടനും കൂടി വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ചേർത്തല ജയനാണ്. അതെ അതെ അതെ. അപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഈ വിസ്മയങ്ങളാണ്. അത് പൊതുസമൂഹത്തിന് വിസ്മയമാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും നിറഞ്ഞു നിൽക്കുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് കോൺഗ്രസ്സിനുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും ഈ യാത്രകൾ എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ നേരത്തെ സുഭാഷ് പറഞ്ഞ പോലെ റിച്വലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യാത്രകൾ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം പുതിയൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ യാത്രയൊന്നും നടത്തേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇത് പിന്നെ ഒരാൾ യാത്ര നടത്തി കഴിഞ്ഞാൽ മറ്റേയാൾക്ക് യാത്ര നടത്താതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സമ്മർദ്ദം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 4-5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2-3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യാത്രകൾ തന്നെ നടക്കുമോ എന്ന് സംശയമാണ്. കാരണം നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് യാത്രകൾക്ക് അപ്പുറത്തേക്കുള്ള രീതിയിലേക്ക് സാങ്കേതിക വിദ്യയും അതൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ഈ പഴയ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നു വരും. ആ പ്രശ്നങ്ങളെ അന്ന് തന്നെ ഒരു ഉത്തരം പറയുക. ഇപ്പോൾ 2 സ്ഥലത്തും യാത്ര നടക്കുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ് നമ്മളെ സംബന്ധിച്ചോളം. ഇപ്പുറത്തുനിന്ന് പറഞ്ഞത് നേരെ പോയിട്ട് അപ്പുറം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറം ഉത്തരം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഏക മെച്ചം എന്നുള്ളത്. ഈ അന്നന്ന് ഉയർന്നു വരുന്ന വിഷയങ്ങൾക്ക് അന്നന്ന് തന്നെ മറുപടി കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊക്കെ വിഷയങ്ങളെന്ന് ഇപ്പോൾ ഏതാണ്ടിപ്പോൾ പുതിയതായിട്ട് വന്നത് ശബരിമലയിലെ സ്ത്രീപ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഇന്ന് തന്നെ അതിന് മറുപടിയും വന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ് CPMൻ്റെ നിലപാട് എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഇന്ന് തന്നെ CPM ഉത്തരം പറയണം എന്ന് സതീശൻ പറയുന്നതിൻ്റെ പിന്നിൽ ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി, എന്തെങ്കിലും അവ്യക്തത ഉള്ളതുകൊണ്ട് സതീശന് വ്യക്തത വേണ്ടിയിട്ടല്ല പറയുന്നത്, മറിച്ച് ഇതൊരു സുവർണാവസരമായി മാറ്റിക്കൊണ്ട് CPMൻ്റെ നിലപാട് എന്തായാലും നമുക്കറിയാം. മാറ്റം എന്ത് പറഞ്ഞാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധമാണ്. കാരണം ഈ നിലപാട് മാറ്റി എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, നിലപാട് മാറ്റിയില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ വളരെ ടാക്റ്റിക്കലായിട്ടാണ് CPM അതിൽ സമീപിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര സെൻസിറ്റീവ് വിഷയത്തിൽ ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം എന്ന് അങ്ങനെ അടിച്ച് പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്കൊരു വടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പ്രശ്നം അവർ അഭിമുഖീകരിക്കുകയും ചെയ്തത്. അത് പിന്നെ അവസാനം വീടുകളിലൊക്കെ പോയിട്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടായതല്ലോ. കാരണം നമ്മുടെ സമൂഹം ഈ പറഞ്ഞ പോലുള്ള നവോത്ഥാന മുന്നേറ്റങ്ങൾക്കൊന്നും പക്വമായിട്ടില്ല എന്നുള്ളതാണ് ശബരിമലയിൽ നിന്ന് CPM പഠിച്ച പാഠം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിലപാടായിരിക്കണമെന്ന് ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടായിരിക്കണമെന്നില്ല ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്നുള്ളത്. അത് നമുക്ക് മുമ്പേ മനസ്സിലായതാണ്. കാരണം PM ശ്രീയിൽ പാർട്ടി പോലും അറിയിട്ടില്ല അതുകൊണ്ട് ഒപ്പിടുന്നത്. ഇത് പുതിയ കാര്യമല്ല. എങ്കിലും ഈ ഒരു കൺഫ്യൂഷൻ, അത് കൺഫ്യൂഷനായി തന്നെ കൺഫ്യൂഷനല്ല, ഒരു നിലപാട് പറയാതിരിക്കുക എന്നുള്ളതും ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പം അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഓരോ പ്രശ്നങ്ങളിങ്ങനെ വരും. അതിന് അന്നന്ന് തന്നെ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് യാത്ര മാറുന്നു എന്നല്ലാതെ ഇതിന് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം, ഈ യാത്രയുടെ മുദ്രാവാക്യങ്ങൾ പോലും പലപ്പോഴും അപ്രസക്തമാണ്. ഈ ഒരു പേരിട്ടു എന്നല്ലാതെ അതിന് വേറെ രീതിയിലുള്ള അർത്ഥങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നും.
അപ്പോൾ അങ്ങനെ ഒരു ഇതിപ്പം അവിടെ കൾമിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ അവസാനിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ ഒരു ഡ്രമാറ്റിക് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കാനോ സാധ്യതയില്ല. അപ്പോൾ ഇതൊരു സുഭാഷ് പറഞ്ഞ പോലെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ജാഥ വരുന്നു, ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നു, അപ്പോൾ അങ്ങനെ കമ്മിറ്റികൾ സജീവമാകുന്നു. അങ്ങനെ ഈ പുതുമുഖങ്ങളെ ആകർഷിക്കുന്ന വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ആളുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വന്ന ആളുകൾക്കൊക്കെ ഏതാണ്ട് ഇവർ സീറ്റ് ഓഫർ ചെയ്യുന്ന തരത്തിലാണ്. അവരാരും പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഈ പ്രതീതിയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് കോൺഗ്രസ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, നേരത്തെ പ്രോമിസ് ചെയ്ത ആൾക്ക് സീറ്റ് ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. സി കെ ജാനു ഉണ്ട്, മറ്റേ സണ്ണി കബിക്കാട് ഉണ്ട്, ഇന്നിപ്പോ വരുന്ന സുരേഷ്, പ്രേംകുമാർ, കണ്ണൻ ഗോപിനാഥൻ, ഇത്രയും പേർക്ക് സീറ്റ് കൊടുക്കാൻ ഇവർ കോൺഗ്രസിന് ഇത് സാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വന്ന് ചതിച്ചു എന്നുള്ളൊരു ഇമേജും വരും. അല്ല, സി കെ ജാനുവിന്റെ കാര്യത്തിൽ ആ പ്രശ്നമുണ്ട്. സി കെ ജാനുവിന് സീറ്റ് ഇല്ല എന്നുള്ള മട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിലൊരു തിരുത്തൽ വരുന്നു എന്നുള്ള സൂചനയുണ്ട്. അത് ACCയുടെ ഇടപെടലോട് കൂടി ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഈ പറഞ്ഞ മറ്റ് ആൾക്ക് സീറ്റ് കൊടുക്കുന്നതും സി കെ ജാനുവിന് കൊടുക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം അതിൽ സി കെ ജാനുവിന് സീറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു സിഗ്നലാണ്, ഒരു പ്രതീകാത്മകമായിട്ടുണ്ട്. സി കെ ജാനുവിന് എത്ര വോട്ടുണ്ട് എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് സി കെ ജാനുവിനെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് ഇത് വളരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് സിഗ്നലായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി, സീറ്റ് അത് വയനാട്ടിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അത് ഏത് തരത്തിലേക്ക് വരുമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ വയനാട്ടിൽ നമുക്ക് അറിയാം, ഈ ആദിവാസി ഭൂസമരം നടന്ന കാലം മുതലേ സി കെ ജാനു എന്ത് വിഷയം ഉയർത്തിക്കൊണ്ടാണോ വന്നത് അതിനോട് ഈ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ, മുഖ്യധാര പാർട്ടികൾ, മാധ്യമങ്ങളല്ല പാർട്ടികൾ മുഴുവൻ എതിരായിരുന്നു. അവിടുത്തെ കോൺഗ്രസും CPM അടക്കം എല്ലാ പാർട്ടികളും ഈ ആദിവാസി ഭൂമി പ്രശ്നത്തിൻ്റെ മേൽ ആദിവാസികൾക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ സി കെ ജാനുവിന് വയനാട്ടിലായിരിക്കുമല്ലോ ഏതെങ്കിലും ഒരു സീറ്റ് നൽകുക. അതിന് അവിടുത്തെ കോൺഗ്രസ് എത്രത്തോളം സമ്മതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. അവർ പക്ഷേ ഒരു സ്വീകരിക്കുന്ന സ്ട്രാറ്റജി ഈ പറയുന്ന ആദിവാസികൾ, ദലിതർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും, അത് ഇപ്പം സണ്ണിയം കബിക്കാടിനെയും അതേപോലെ തന്നെ ഇവരെയും പോലെയുള്ള ആളുകളെ, സി കെ ജാനുവിനെയും പോലെയുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നുവെങ്കിൽ അതൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. സംസ്ഥാന തലത്തിലാണ് അതിൻ്റെ ഒരു അതിന് സ്വാധീനം, വോട്ട് എത്ര കിട്ടുക എന്നുള്ളതല്ല, പക്ഷേ അതുണ്ടാക്കുന്ന അവർക്ക് അതിൻ്റെ ഒരു മേൽക്കൈ സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഇൻക്ലൂസീവായ ഒരു പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സണ്ണിയുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചർച്ച വരുന്നത് ശബരിമലയാണ്, സ്ത്രീ പ്രവേശമാണ്. അപ്പം സണ്ണി അക്കാര്യത്തിലെടുത്ത വളരെ ഒരു ധീരമായ നിലപാടുണ്ട്. ആ നിലപാടിനെ ഉൾക്കൊള്ളാൻ രണ്ട് പാർട്ടിക്കും പറ്റില്ല. അപ്പോൾ അത് സണ്ണി ഇപ്പം UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് എന്തായാലും ആ പഴയ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അന്നെടുത്ത നിലപാടുകൾ, അത് അവിടെ മാത്രമല്ല, ഏത് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയാകുന്നത് ആ മണ്ഡലത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ഇദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനായിട്ട് ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു ഭയം കൂടി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ കേരളം വളരാത്ത കൊണ്ട് തന്നെ വേറൊരു കാര്യം, ഇതേപോലെയുള്ള സംഭവത്തിൽ ഓരോ ഇഞ്ചും പോരാടി നേടിയതാണ് നമ്മുടെ നാട്. ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM വരെ വരുന്ന സാമൂഹിക അവസ്ഥയിലേക്ക് കേരളം മാറി എന്നുള്ളതാണ്. അത് ഈ CPMൻ്റെ ഒരു പൊസിഷനിൽ വരുന്ന മാറ്റേ. ഇപ്പം നമ്മൾ ഒരു ഘട്ടത്തിൽ ഈ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ മൊത്തം ഊർജ്ജം ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള നിലയ്ക്കായിരുന്നു അന്ന് ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടെല്ലാം തന്നെ. ഇപ്പോൾ M സ്വരാജിനെ പോലുള്ള ആളുകൾ എല്ലാവരും ഒന്നും ഇറങ്ങിയില്ലായിരുന്നു. സ്വരാജായിരുന്നു അതിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ട്. പിന്നെ സുനിൽ പീളയിടമായിരുന്നു, പുറത്തുനിന്നുള്ള ആളാണെങ്കിലും സുനിൽ പീളയുടെ, അങ്ങനെ കുറച്ച് ആളുകൾ, പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഈ വിധിക്ക് അനുകൂലമായി വലിയ ക്യാമ്പയിൻ നടത്തി, വലിയ സമ്മേളനങ്ങൾ നടത്തി. പക്ഷേ പാർട്ടിയിൽ നിന്ന് അതിന് കാര്യമായോ സാധാരണ ലഭിക്കുന്ന ഒരു പിന്തുണ അന്ന് ലഭിച്ചില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ഈ ഒരു വിധി വന്നു, ഈ വിധി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു ആചാരത്തെ സംബന്ധിക്കുന്നതായിരുന്നില്ല, സ്ത്രീകളുടെ റൈറ്റിനെ സംബന്ധിക്കുന്നതായിരുന്നു. സ്ത്രീകളുടെ റൈറ്റിനെ സംബന്ധിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് വിധിക്കാവുന്ന വിധിയാണ് സുപ്രീം കോടതി വിധിച്ചത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വന്നത്. ആ ഒരു സമയത്ത് ആ ഒരു നിലപാടെടുത്തു CPM. കേരളത്തിൽ പുരോഗമനപക്ഷം എന്ന് നമ്മൾ പറയുന്ന ആളുകൾ മുഴുവൻ അതിനെ പിന്തുണച്ചു. ഒരു ഘട്ടത്തിൽ പിന്നീട് പല രാഷ്ട്രീയ കക്ഷികളും പിന്നാക്കം മാറി. NSSൻ്റെ മറ്റേ ജാഥ വന്നതോടുകൂടിയാണ് അതൊരു മാറുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം ഉൾട്ട ചാടി. അതായത് ജനം TVക്ക് അന്നുണ്ടായ റേറ്റിങ്ങിൻ്റെ വർധനവ് വലിയ തോതിൽ ചാനലുകളെ മാറ്റി അവരിപ്പുറത്തേക്ക് മാറി. വളരെ ഇതിനെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ കക്ഷികളെല്ലാം കോൺഗ്രസ്, BJP അടക്കം ഇപ്പുറത്തേക്ക് മാറി. CPM ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ നിന്നു. ആ ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ അവർ തോറ്റു.
2019 ഇലക്ഷനിൽ അവർ തോറ്റിട്ട് അവർ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കണ്ടെത്തൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്. ഇല്ല, ഇന്നോ ഇന്നലെയോ NSS പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് തിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അജണ്ട കൃത്യമായി കഴിഞ്ഞു. അല്ല, ഈ 2019 പോലെ തന്നെ ഒരു പരാജയം 24 ഉണ്ടായി. അത് ലോക്സഭയിലേക്ക് ഉണ്ടാവുന്ന പരാജയത്തിന്റെ കാരണമാണ്. അത് മുഴുവൻ ശബരിമലയിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ CPM അവരുടെ നേരത്തെ നടത്തിയ ഒരു പൊസിഷനിൽ നിന്ന് പിന്നാക്കം പോവുകയാണ്. അല്ല, അങ്ങനെ പൊസിഷനിൽ നിന്ന് പിന്നോക്കം പോകുമ്പോഴുള്ള പ്രശ്നം ഒന്ന് ഈ പാർട്ടിക്കകത്ത് പുരോഗമനത്തെക്കുറിച്ചൊക്കെയുള്ള ധാരണയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പാർട്ടിക്ക് അകത്ത് അതൊരു വേറെ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ CPM-ന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ അതിൽ ഇപ്പം തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് ഈ നിലപാടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഭരണത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സച്ചിദാനന്ദൻ പറഞ്ഞ ഒരു പ്രശ്നമുണ്ടല്ലോ, ഭരണത്തേക്ക് തുടർ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ബ്യൂറോക്രസി ഇതാവും എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഭരണത്തോടുകൂടി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് ഭരണത്തെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പ്രതിവിധിയല്ലല്ലോ. ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളായി തന്നെ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാനാണ് വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ആത്മീയ ഒരു വിരക്തിയൊക്കെ അധികാരത്തോടെ വിരക്തി, അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രശ്നം, അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നുമല്ല, മറിച്ച് ഇതിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാർട്ടി സഖാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം അതായിരിക്കും. നമുക്ക് ആകെയുള്ള ഭരണം, ഇന്ത്യയിലെ ഏക സംസ്ഥാനം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിച്ചു നിർത്തുക എന്ന ഒരു ഒരു പ്രൈം അജണ്ട അതായിട്ട് മാറുകയും ബാക്കിയുള്ളതൊക്കെ രണ്ടാമതായി മാറുകയും ചെയ്യും, രണ്ടാമതോ മൂന്നാമതോ ആയി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുമെന്നറിയില്ല, പക്ഷേ ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും പ്രശ്നമുണ്ടത്. ഇപ്പോൾ ഈ സർക്കാരിന് കിട്ടിയ ഒരു വലിയ ഒരു അവാർഡാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഇപ്പം ആ ഒരു പാർട്ടി പ്രവർത്തകനായി നേതാവായി അംഗീകരിക്കുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഈ സർക്കാർ പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മണിശങ്കർ അയ്യരെ പോലുള്ള ഒരാൾ വന്നിവിടെ സംസാരിച്ചത് സർക്കാരിന് കിട്ടിയൊരു വലിയ ബഹുമതിയായിട്ടാണ്. അല്ല, ഈ അടുത്ത കാലത്ത് CPM-ന് അനുകൂലമുണ്ടായ ഏറ്റവും വലിയൊരു പ്രസ്താവനയാണ്, രാഷ്ട്രീയ പ്രസ്താവനയാണ്. അതും മണിശങ്കർ അയ്യരെ പോലെയുള്ള ഒരു നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഒരു ഇലക്ഷൻ്റെ പടിവാതിലെത്തി നിൽക്കുന്ന ഒരു പാർട്ടിക്കോ മുന്നണിക്കോ അതൊരു വലിയ സംഭവം തന്നെയാണ്. അദ്ദേഹം അത് പ്രധാനമായും പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലാണ്. ശരിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റത്തിന് CPM മാത്രമല്ല കാരണക്കാർ. CPM-ന് നേതൃത്വം നൽകി, അവരുടെ സർക്കാരിന് നേതൃത്വം നൽകിയെന്നേ ഉള്ളൂ. ആ ജനകീയ രാജ്യം എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്നതിന് രാജീവ് ഗാന്ധി അവരാണ്. അതേസമയം കേരളത്തിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നടപ്പാക്കിയത് ഇടതുമുന്നണി സർക്കാരാണ്. പക്ഷേ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മാറ്റത്തെ ആദ്യം 2 കൈ നീട്ടി സ്വാഗതം ചെയ്ത് ശരിക്കും മുസ്ലിം ലീഗാണ് പ്രതിപക്ഷത്ത് വന്നത്. അതായത് ജനകീയാസൂത്രണ കാലത്ത് തന്നെ അതിനെ കോൺഗ്രസ്സുകാർ എതിർത്തുകൊണ്ടിരുന്നപ്പോഴും അതിനോട് ചേർന്ന് നിന്ന് ഈ ഒരു പ്രസ്ഥാനത്തിന് എല്ലാവിധ പിന്തുണ നൽകുകയും അവരുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി വളരെ വൃത്തിയായിട്ട് അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തെ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും CPM ചെയ്യുന്നത് പോലെ തന്നെയോ അതിനേക്കാൾ കൂടുതലായോ അത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശാലമായ അർത്ഥത്തിലായിരിക്കാം ചിലപ്പം മണിശങ്കർ അയ്യർ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും അത് ഇപ്പം LDF-ന് കിട്ടുന്നൊരു കോംപ്ലിമെൻ്റ് തന്നെയാണ്. അതേസമയം മറുവശത്ത് ഇപ്പോൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം പയ്യന്നൂരുണ്ടായ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് വിവാദം, കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയൊരു വിവാദം, അതുപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, പിന്നെയുള്ളത് ഇടതുപക്ഷത്തിൻ്റെ 2 MLA-മാരായിരുന്ന ആളുകൾ ഐഷ പോറ്റിയും അതുപോലെ തന്നെ S രാജേന്ദ്രനും 2 പാർട്ടികളിലേക്ക് പോയി. ഒരാൾ BJP-യിലേക്കാണ് പോയത്. ഇപ്പോൾ അവിടെ ഇടുക്കി കേന്ദ്രീകരിച്ചിട്ട് BJP-യുടെ വിജയം ഉറപ്പുവരുത്താൻ അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. ഐഷ പോറ്റി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് പറയുന്നു. ഇപ്പം PK ശശി എപ്പോൾ വേണമെങ്കിലും പാർട്ടി വിടാം, പാർട്ടി പോയിക്കോട്ടെ എന്ന് ഏകദേശം MP ഗോവിന്ദൻ മാഷ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഈ പാലക്കാട് 2 പഞ്ചായത്തുകളിൽ CPM വിമതരുണ്ടാക്കിയ ഒരു പഞ്ചായത്ത് ഭരണം തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ നിലയിൽ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഈ നേരത്തെയൊക്കെ ഒരു ഗ്രൂപ്പ് വേറൊരു പാർട്ടി, അപ്പോൾ MP രാഘവനും JSS ഒക്കെ ഉണ്ടാകുമ്പോൾ വേറൊരു പാർട്ടിയാണ് ഉണ്ടായത്. ഇപ്പം പല പ്രദേശങ്ങളിൽ ഇത്തരം ഇപ്പം ഒരുപക്ഷെ ഈ TP വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിലുണ്ടായ പോലെ ചെറിയ പ്രശ്നങ്ങളാണ് ഈ പാർട്ടി പല പ്രദേശങ്ങളിലും അഭിമുഖീകരിക്കുന്നത് തോന്നുന്നു. അതുപോലെ തന്നെ A സുരേഷിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം,
അപ്പോൾ ഇതൊക്കെ ഈ പാർട്ടിക്കകത്ത് പാർട്ടി പ്രവർത്തകരുടെ ഒരു ആത്മവീര്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുമെന്നുള്ളതാണ്. അല്ല, ഇത് ഈ ചെറിയ സ്ഥലങ്ങൾ, ഇപ്പം കുഞ്ഞികൃഷ്ണൻ്റെ പ്രശ്നം, അത് അദ്ദേഹം ബോധപൂർവമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഇത് അപ്പോൾ അതായത് ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെടും എന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിനെ കാണേണ്ടത് മൊത്തത്തിൽ കേരളത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. അപ്പോൾ അത് ഇടതുപക്ഷത്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ അത്ഭുതമായിട്ടൊന്നുമില്ല. കാരണം ഇത് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും CPM-ൻ്റെ വോട്ടേ അല്ല. ഇതിപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ പ്രശ്നത്തിൽ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാലക്കാടുള്ള പ്രശ്നങ്ങളോ ഇതൊന്നും CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടല്ല. ഇത് ഇപ്പോഴേക്ക് പുറത്ത് വരുന്നത് ഈ ഒരു CPM അല്ലെങ്കിൽ LDF തോൽക്കാൻ പോകുന്നു, UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിൽ ഒരു പ്രശ്നം. ഇപ്പോൾ ഐഷ പോറ്റിയുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയില്ല. അത് പ്യുവർ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം ആണെന്ന് പറയാം. കാരണം അവർക്ക് പാർട്ടി കൊടുക്കാവുന്നതിൽ വെച്ച് എല്ലാ സ്ഥാനങ്ങളും കൊടുക്കുകയും പിന്നെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പൊട്ടലും ചീറ്റലുകളൊക്കെയും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കൂടുതൽ പരിക്ക് പാർട്ടിക്ക് CPM-ന് പരിക്കാവാൻ സാധ്യതയില്ല. കാരണം ഇത് ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് മൊത്തത്തിലുള്ളൊരു പ്രശ്നം തന്നെ. ഈ നേരത്തെ ഈ മണിശങ്കർ അയ്യർ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അതിപ്പം ഭരണത്തെക്കുറിച്ച് മൊത്തത്തിലുള്ള വിലയിരുത്തൽ പുറമേയുള്ള ആൾക്കാർ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ മോശമില്ലാത്ത ഭരണ രീതിയിലാണ്. അപ്പം എല്ലാവരും പറയുന്നു നമ്മുടെ ആരോഗ്യരംഗം മൊത്തം തകർന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്നുള്ളത് വളരെ ശക്തമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു PHC-യിലോ CHC-യിലോ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സംഭവിക്കും. പക്ഷേ ഈ ഒറ്റയ്ക്ക് വരുന്ന ഈ പ്രശ്നങ്ങളെയൊക്കെ പലപ്പോഴും ഉദിവീർപ്പിക്കുകയും കേരളം മൊത്തം തകർന്നു പോകുന്ന അവസ്ഥ അതങ്ങനെ സൃഷ്ടിക്കാനുള്ള ഒരു ആവശ്യമുണ്ട്. അല്ല, UDF-ന്റെ പ്രചരണത്തിൽ പോലും ഇത്തരം വിഷയങ്ങൾ ജസ്റ്റ് ആരോഗ്യരംഗം തകർന്നുപോയി, വിദ്യാഭ്യാസ രംഗം തകർന്നുപോയി എന്നല്ലാതെ അത് സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ല. അവർ ആ തരത്തിൽ അവർക്ക് പറയാൻ കഴിയുന്നില്ല. അത് ഏത് രംഗത്തായാലും അവരുടെ ഭരണം കൂടെ ഉണ്ടാക്കിയ നേട്ടമായിട്ടല്ലേ പറയുന്നത്. അതെ. അപ്പോൾ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. എന്തെങ്കിലും അതിന് ഏതെങ്കിലും കത്രിക വെച്ച് മറന്നുപോയതോ അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതായത് ആശുപത്രിയുടെ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരാൾ മരിച്ചു പോലെയുള്ള സംഭവങ്ങളല്ലാതെ ഒരു രംഗത്തെ കൃത്യമായ വിശകലനം ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനരഹിതമായിട്ട് തന്നെയാണ്. പോലീസിന്റെ കാര്യത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സംഭവം പോലും വലിയ തോതിൽ അതൊരു അപ്പോൾ ഈ ആരോഗ്യവും പോലീസുമാണല്ലോ പറയുന്നത്. അപ്പോൾ പോലീസിലുള്ള ജെന്യുവനായ പ്രശ്നമാണ്. കാരണം പോലീസിലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ പോലീസിലെ RSS വൽക്കരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം പിണറായിയെ പോലുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ പോലീസ് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആദ്യം അദ്ദേഹം പോലീസിനെ ആത്മവീര്യം മനോവീര്യം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പോലീസിൽ അഖിലേന്ത്യാ സർവീസിലെ പോലീസുകാർക്ക് ആരോടാണ് ബാധ്യത ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഒരു ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് SDPIയുടെ പ്രസിഡൻറ്റ് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലുള്ളത് ഭരണവിരുദ്ധ വികാരമല്ല, CPM വിരുദ്ധ. എനിക്ക് കൃത്യമായൊരു വിലയിരുത്തലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഭരണത്തെക്കുറിച്ച് അങ്ങനെ ഒരു വലിയൊരു വികാരമല്ല, മറിച്ച് CPM എന്ന പാർട്ടിയെക്കുറിച്ച് വളരെ ശക്തമായ എതിർവികാരമുണ്ട്. അതിനെക്കുറിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇതിൽ മണിശങ്കർ അയ്യർ പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. മറിച്ച് ഗവേണൻസ് എന്ന് വെച്ച് നോക്കുമ്പോൾ അത് മോശമില്ലാത്ത രീതിയിലാണെന്നുള്ളത്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അക്കാഡമിക് ഓഡിറ്റ്. ഇതിൽ പിന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ IPS IAS കക്ഷികൾ അത് കേന്ദ്ര സർക്കാർ എത്രയോ കാലങ്ങളായിട്ട് അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണത്. ആര് ഭരിച്ചാലും ഏത് സംസ്ഥാനത്തും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു 2 സർവീസുകളെ അവരുടെ കൈക്കലാക്കുക എന്നുള്ള രീതി അവർ ചെയ്യുന്നുണ്ട്. മുമ്പൊരു ജില്ലാ കളക്ടർമാർക്ക് പിന്നെ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യാൻ, കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ഒരു ആപ്പ് വരുന്നു, അതിൽ നേരിട്ട് കേന്ദ്രവുമായിട്ടാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ യൂണിയൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറി ഒറ്റ ഗവൺമെൻറ് എന്ന തരത്തിലേക്ക് വരും. അത് RSSന്റെ പണ്ട് മുതലുള്ള തീരുമാനമാണ്. RSSന് സംസ്ഥാന നിയമസഭകളിൽ ഒരു താല്പര്യമില്ല.
അവർക്ക് നിയമസഭ വേണ്ട, ലോക്സഭ മാത്രം മതി എന്നുള്ളതാണ്. അതങ്ങനെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പാർലമെൻറ്റിൽ നിയമസഭകളിൽ പാസ്സാക്കുന്ന ബില്ലുകൾ അത് നിയമമാവണമെന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. എത്രയോ ബില്ലുകൾ ഇവിടുന്ന് അയച്ച് അവിടെ കിടക്കുന്നു. അപ്പോൾ ആ തരത്തിൽ അത്തരം ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിൻ്റെ കൂടി ഭാഗമാണിത്. അതെ, നമ്മളതിനിടയ്ക്ക് ഈ BJP കേരളത്തിലെ ഒരു പൊസിഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യമുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പം അവരുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് 30 സീറ്റുകൾ, 30% വോട്ടുകളുള്ള 30 സീറ്റുകൾ പിടിച്ചെടുക്കണം. എന്ത് കഷ്ടപ്പെട്ടാലും ബലാഡ് ചെയ്യേണ്ടി വരുന്നത്. അതെ അതെ, അങ്ങനെയാണ് അവരോട് കൊടുത്തിട്ട് നിർദ്ദേശം. അപ്പോൾ BJPക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ നേമത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കുന്ന അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ തന്നെ അവർ നോക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ ജയിച്ച ഒരു പ്രദേശങ്ങൾ, അങ്ങനെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഏകദേശം മൊത്തം മണ്ഡലങ്ങളല്ല, ഒരു 5-8 മണ്ഡലങ്ങളെങ്കിലും വിജയിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ടെന്നും കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ CPM തുടങ്ങി വെച്ച ഈ ഒരു കമ്മ്യൂണൽ ക്യാമ്പയിൻ അതൊരു പരിസരം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും അനുകൂലമായ പരിസരം സൃഷ്ടിച്ചത് BJPക്ക് അനുകൂലമായിട്ടാണ്. CPM വിചാരിച്ചത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവുകയും അവർക്ക് അനുകൂലമായിട്ടുണ്ടാവുകയോ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആർക്ക് അനുകൂലമായിട്ട് പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് പക്ഷേ എന്തായാലും BJPക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടെങ്കിൽ അത് ഇവർ സൃഷ്ടിച്ച ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഭീതിയിൽ നിന്ന് അത് കൃത്യമായിട്ടും അത് റീപ്പ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് BJP ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് CPMൻ്റെയും BJPയുടെയും പ്രധാനപ്പെട്ട ശത്രു ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി മാറുകയാണ്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അത് ജമാഅത്തെ ഇസ്ലാം ഇദ്ദേഹം മീഡിയ വണ്ണിനെ കുറിച്ച് പറയുമ്പോൾ കാളകൂട വിഷയം എന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് BJP എന്നാണ്. അപ്പം ഏതാണ്ട് ഒരേ സ്വരമായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്, പണ്ടൊക്കെ BJPക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോഴത് വളരെ സ്മൂത്തായി നടക്കുന്ന ഒരു പ്രോസസ്സായി മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ ശത്രു ആരാണെന്നുള്ളത്, വലിയ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും, അപ്പോൾ അവരാണ് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് BJPക്കാരല്ല, അതിൽ കോൺഗ്രസ്സുകാരും CPMകാരും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു തരം എന്താ പറയുക, ഒരു തരം കുഴമറച്ചൽ നടക്കുന്നുണ്ട്. നമ്മൾ പഴയ രീതിയിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയല്ല ഇനിയുള്ളത്. അതിൻ്റെ ഫലം എങ്ങനെയാവും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഫലം ഈ BJPക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ CPM വളരെ പങ്കുണ്ട്. വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് CPM ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്ത് ഇപ്പം ഉള്ള മണ്ഡലങ്ങളാണ് പ്രധാനമായും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു വിജയം തൃശ്ശൂരിൽ എന്തുമാത്രം നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുമെന്ന് നമുക്കറിയില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതിന് കാര്യമായ ഒരു പിന്തുടർച്ചയൊന്നും ഉണ്ടായില്ല. പക്ഷേ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് വന്ന് നേമത്തെ അവർ അക്കൗണ്ട് തുറക്കുകയും പിന്നെ പൂട്ടിക്കുകയൊക്കെ ചെയ്താണ്. അപ്പോൾ ഇത്തവണ അവിടെ അക്കൗണ്ട് തുറക്കും എന്നുള്ളൊരു ഉറപ്പിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അല്ല, നേമത്ത് നേരത്തെ മുതൽ രാജീവ് അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ എല്ലാവിധ ആളും അർത്ഥവും അവർ ഇറക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ തോതിൽ അവിടെ പണം ഇറക്കും, എല്ലാവിധ പ്രചരണങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പം നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് പറയുന്നത് അത് LDFൻ്റെ മാത്രം ഗുണമല്ല. അത് തീർച്ചയായിട്ടും K മുരളീധരൻ മത്സരിക്കാൻ എത്തിയതും നേരത്തെ കോൺഗ്രസ്സിന് പോയിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് പോയ വോട്ടുകൾ മുഴുവൻ ഒരു വലിയ പരിധി വരെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതുമാണ്. കോൺഗ്രസ് ഈ തരത്തിൽ കൃത്യമായ തരത്തിൽ ഇരുമുന്നണികളും കൃത്യമായ തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ BJPയുടെ സാധ്യത വളരെ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ BJP അതിൻ്റെ ഏറ്റവും പീക്കായ അവസ്ഥ വന്ന് 2016-ലാണ്. അല്ല, നമുക്കിപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അല്ല, ഈ നേരത്തെ പ്രശാന്ത് പറഞ്ഞ കാര്യമുണ്ട്. അതായത് സൊസൈറ്റി ഭയങ്കരമാം വിധം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിഭാഗീയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ഒരു ഹിന്ദു ചിന്തയുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തെ ഉത്സവങ്ങളിൽ പോലും അതിൻ്റെ കൃത്യമായ തരത്തിൽ പ്രതിഫലനങ്ങളുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ഇവിടെ പക്ഷേ
ഒരു തരത്തിലും അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്തൊരു മുന്നണി എന്ന ഒരു അവസ്ഥ അവർക്കുണ്ട്. പിന്നെ ഇപ്രാവശ്യം അവർക്ക് പ്രത്യേകിച്ചൊന്നും ഏതെങ്കിലും ഒരു തരത്തിലെടുത്ത് പറയാൻ കഴിയുന്ന എന്തെങ്കിലും നേട്ടങ്ങളില്ല. അവരുടെ എന്താ പറയുക, കേന്ദ്ര ബജറ്റ് പോലും വളരെ നിരാശാഭരിതമായ കാര്യമായിരുന്നു. അവർക്കൊരു പുതിയതായിട്ട് എന്തെങ്കിലും ഒന്നും പറയാനാവില്ല. അവർക്ക് ആകെ ഇനിയിപ്പോൾ ഈ ശബരിമല പറയുന്നതും ഇതേപോലെ ഇപ്പോൾ CPM ഉണ്ടാക്കിയെന്ന് പറയുന്ന സാധനങ്ങൾ വരുമ്പോഴാണ്. പക്ഷേ ഇത്തരം ഒരു ഘട്ടം വരുമ്പോൾ പോലും അതിൻ്റെ ഒരു ഗുണം, അതായത് ഒരു ഇലക്ഷൻ സമയത്ത് ആളുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വോട്ട് ചെയ്യുന്നത് ആര് ജയിക്കും എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ തരത്തിലൊരു തിരുവനന്തപുരത്തെ 3-4 സീറ്റുകളിലാണ് വലിയ തോതിൽ മത്സരങ്ങൾ നടക്കുക. പിന്നെ ശബരിമല ഇവിടെ ബാക്കിയുള്ള തൃശ്ശൂർ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടങ്ങളിലൊക്കെ കൃത്യമായ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുകയാണെങ്കിൽ പാലക്കാടാണ് പിന്നെ ഒരു പാലക്കാടാണ് അതിന് സാധ്യതയുള്ളൊരു സ്ഥലം, മഞ്ചേശ്വരം. അപ്പോൾ അവിടെയൊക്കെ ഇതിനകത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ പ്രധാനമായിരിക്കും സ്ഥാനാർത്ഥികളുടെ. കാരണം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇതിനകത്ത് BJPക്ക് വോട്ട് ചെയ്യില്ല. അവർ വോട്ട് ചെയ്യുക അതിനകത്ത് ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ മത്സരം നടന്നാൽ വലിയ തോതിലുള്ളൊരു മുന്നേറ്റമൊന്നും BJPക്ക് ഉണ്ടാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. അതേസമയം തന്നെ ഈ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ CPM നേരത്തെ പറഞ്ഞ പോലെ, പ്രശാന്ത് പറഞ്ഞ പോലെ, ഈ CPM ഉണ്ടാക്കിയിരിക്കുന്ന ഇവരുടെ ക്യാമ്പയിൻ, ഈ അജണ്ട ഇവരെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത് രാഷ്ട്രീയമായി അവർക്ക് ഗുണം ചെയ്യും. എന്തായാലും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇലക്ഷൻ പൊളിറ്റിക്സിൽ എന്തുമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചത് ശബരിമല വിഷയമായിരുന്നു. പക്ഷേ ഇതിൻ്റെ നേട്ടമുണ്ടാക്കിയത് UDF ആയിരുന്നു. സമാനമായ തരത്തിൽ ഇപ്പോൾ ശബരിമല അടുത്ത ഈ വരുന്ന മാസങ്ങളിൽ മാർച്ചിലും ഏപ്രിലും ഒക്കെ ആയിട്ട് കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഇവരുടെ പുതിയുഗ യാത്രയും അതിലെ അജണ്ടകളും ഇതുപോലെ തന്നെ വികസന മുന്നേറ്റവും ഒന്നും കേരളത്തിൽ കാര്യമായ ചർച്ചയാകാൻ വഴിയില്ല. ശബരിമല പോലുള്ള ഇഷ്യൂസൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ നേരത്തെ സംഭവിച്ചതുപോലെ UDF തന്നെ ആയി മാറാനുള്ള സാധ്യതകളില്ലേ? ഈ ശബരിമലയിൽ ഈ പ്രശ്നമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള പ്രശ്നമുണ്ടല്ലോ, സ്വർണ്ണക്കൊള്ള. അത് എന്തുകൊണ്ടാണ് BJP വലിയ രീതിയിൽ അവരുടെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കി കഴിഞ്ഞാൽ അവസാനം അത് ഗുണമാവുക UDF-നാകുമോ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ തന്ത്രി മുഖ്യപ്രതിയായി കാരണം തന്ത്രിയും പോറ്റിയൊക്കെ പ്രതിയാവുമ്പോൾ അത് സ്വാഭാവികമായും ഇവർക്ക് നേരെ വരുന്നൊരു സാധനമായിട്ട് വരുന്നുണ്ടാവും. പിന്നെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും BJP പക്ഷേ ഈ പ്രശ്നം ഈ അഫിഡവിറ്റ് കൊടുക്കണം. അതെ, അഫിഡവിറ്റ് കൊടുക്കുന്ന ഡേറ്റ് അറിയില്ല. തെരഞ്ഞെടുപ്പ് മുമ്പാണെങ്കിൽ കഴിഞ്ഞ തന്നെ. കാരണം എന്താണ് പറയാനുണ്ടല്ലോ, ഇപ്പോൾ എഫിഡവിറ്റിൽ ആണ് പറയേണ്ടത്. ഈ എഫിഡവിറ്റ് അനുസരിച്ചുള്ള വിധി വരുന്നത് വേറെ കാര്യമാണ്. പക്ഷേ ഈ അതായത് എഫിഡവിറ്റ് ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ CPM-ന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ അഫിഡവിറ്റ് കൊടുക്കണമെങ്കിൽ അത് എങ്ങനെയുള്ള അഫിഡവിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പണ്ട് കൊടുത്ത പോലുള്ള അഫിഡവിറ്റ് ഇനി എന്തായാലും CPM കൊടുക്കില്ല. കാരണം ഇവർ രണ്ടുപേരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവർ എന്താണ് അതിൽ പറയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ വളരെ ഒരു പ്ലെയിനായിട്ടുള്ള സാധനം, അതായത് കോടതി എന്താണ് വിധിക്കുന്നത് അതിനനുസരിച്ച് പോകും. അങ്ങനെയുള്ള വിശ്വാസത്തിനെ ഹനിക്കാത്ത രീതിയിൽ വളരെ പ്ലെയിനായിട്ടുള്ള ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു അഫിഡവിറ്റാണ് കൊടുക്കാനുള്ള സാധ്യതയുള്ളത്. അതിന് പ്രത്യേകിച്ച് അതിന് വലിയ നവോത്ഥാനമൊന്നും ഇനി വരാൻ സാധ്യതയില്ല. അല്ല, ഇന്ന് ഗോവിന്ദ മാഷ് പറയുന്നുണ്ട്, അതായത് കോടതി പറഞ്ഞിട്ടാണ് അന്ന് കയറ്റിയത്, ഇനി ഇപ്പൊ കയറ്റണമെങ്കിൽ കോടതി പറഞ്ഞോട്ടെ, കയറ്റണമെങ്കിൽ കോടതി പറയട്ടെ പറയുന്നത്. അപ്പോൾ അത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അതിലിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായിരിക്കും പൊസിഷൻ എന്നുള്ളത്. ഇപ്പോൾ മന്ത്രി രാജീവിനോട് രാവിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, കോടതി പറയട്ടെ, കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത്. കോടതി പറയുമ്പോൾ അഫിഡവിറ്റ് കൊടുക്കും. അപ്പോൾ അതിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാത്തിനും മാറ്റമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് CPM-ആണ് ഒരു ഡിഫെൻസീവിൽ പോകുന്നത്. കാരണം മറ്റു രണ്ടുപേര് നോക്കി നിൽക്കുകയാണ് എന്താണ് CPM-ൻ്റെ നിലപാട് എന്നുള്ളത്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കലി വൈസായിട്ടുള്ള നിലപാട് CPM എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നതുപോലും സംശയാസ്പദമാണ്. ഈ ഒരു ടൈമിൽ വന്നത്, അതാ ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പൊന്നും സുപ്രീം കോടതി രജിസ്ട്രി ആര് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ടതില്ല. അല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇപ്പോൾ ഒരു അങ്ങനെ ഇപ്പം അതിന് കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് കോവിഡാണ്. മാറ്റിവെച്ചത് ഇത്രയും വൈകിപ്പോയി, അതിന് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് കാരണമായി പറയുന്നത് കോവിഡാണ്. കോവിഡ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. അല്ലേ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പുതിയുഗ യാത്രയുടെ അജണ്ടകളോ അല്ലെങ്കിൽ ഈ വികസന മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും തന്നെ
ചർച്ചയാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റ് വിഷയങ്ങൾ തന്നെയായിരിക്കും, ഇതുപോലുള്ള സെൻസിറ്റീവായ വിഷയങ്ങൾ തന്നെയായിരിക്കും കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ വിട്ടുപോയൊരു കാര്യം കേരള കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ജോസ് കെ മാണിയുടെ ഭാവി എന്താവും എന്നുള്ള വിഷയം കൂടെയൊക്കെ തന്നെ മധ്യ കേരളത്തിൽ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അത്തരം ചർച്ചകൾ, പാർട്ടികൾക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ, ആർ ജെ ഡിയിൽ എന്ത് സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ആയിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചർച്ച ചെയ്യാൻ പോകുന്നതുകൊണ്ട് കേരളത്തിൻ്റെ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചോ വികസന പ്രശ്നത്തെക്കുറിച്ചോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു ചർച്ചയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത്തരം ചർച്ചകളിലേക്കാണ് യഥാർത്ഥത്തിൽ കേരളം കടക്കേണ്ടത്. മുന്നണികൾ സജീവമായി ഇടപെടേണ്ടത് അത്തരം വിഷയങ്ങളിലേക്കാണ്. കാരണം ഒരു 5 വർഷത്തേക്കുള്ള ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരാൻ. പക്ഷേ ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് മുന്നണികൾക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയമായ വിഷയങ്ങൾ, സെൻസിറ്റീവായ മറ്റ് വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് എത്രമാത്രം ഗുണകരമാണ് എന്നുള്ള പ്രശ്നം കൂടെ നമ്മുടെ സമൂഹം വലിയ തോതിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഈ യഥാർത്ഥ പ്രശ്നങ്ങൾ, കേരളം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചകളായി മാറേണ്ടത്. അതിനാണ് മുന്നണികളും പാർട്ടികളും ഒക്കെ തന്നെ രംഗത്ത് വരേണ്ടത്. ആ നിലയിലേക്ക് നമ്മുടെ ചർച്ചകൾക്ക്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം.